ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഓരോ സമയങ്ങളിലും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഈ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അനുകൂലിച്ചാൽ മാത്രമേ നമ്മുടെ പ്രഗ്നൻസി എന്നുള്ളൊരു പ്രോസസ്സ് നല്ല രീതിയിലൂടെ നടക്കുകയുള്ളൂ. നമ്മുടെ ഇംപ്ലാന്റേഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ, നമ്മുടെ ഓവുലേഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിക്ക് പോകണം. ഇവിടെ നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഗട്ടിനെ പറ്റിയിട്ടാണ്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ പറ്റിയിട്ടാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് വേണ്ടാത്ത ടോപ്പിക്കിനെ പറ്റിയിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. കുടൽ എന്നൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഞാനിവിടെ സംസാരിക്കുമ്പോഴേക്കും എല്ലാവരും ചിന്തിക്കും ഇതും ഫെർട്ടിലിറ്റി തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മുടെ ഭക്ഷണത്തിലെത്തുന്ന, നമ്മുടെ അന്നനാളത്തിലെത്തുന്ന, നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ അന്നനാളം, നമ്മുടെ ചെറുകുടൽ, നമ്മുടെ വൻകുടൽ എന്നിവയിൽ നിന്ന് തുടങ്ങി മലദ്വാരത്തിൽ അവസാനിക്കുന്ന ഒന്നാണ് നമ്മുടെ കുടൽ എന്ന് പറയുന്നത്, അഥവാ ഗട്ട് എന്ന് പറയുന്നത്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഗട്ട് നമുക്ക് സ്റ്റാർട്ടാകുന്ന ആ ഒരു സമയം മുതൽ നമ്മുടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെത്തുന്ന ഭക്ഷണത്തിനെ കൃത്യമായിട്ടുള്ള രീതിക്ക് വേർതിരിച്ച് നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം എടുത്തിട്ട് വേണ്ടാത്തത് നമ്മുടെ ആ ഒരു ശരീരത്തിൽ നമ്മുടെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുകയാണ് ഇവിടെ ഗട്ട് അഥവാ കുടൽ ചെയ്യുന്നത്. നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്ന ഒന്നാണ് കുടൽ എന്ന് പറയുന്നത്. കുടലിൻ്റെ വർക്കിംഗ് അവിടെ ലോ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ വർക്കിംഗ് കുറച്ച് എഫിഷ്യൻ്റ് അല്ലാതെ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും അവരുടെ ദഹന വ്യവസ്ഥ കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ അതുമൂലം അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. ഈ ദഹനം നമുക്ക് നൽകുന്ന ഈ ഗട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ നടക്കുന്നതിനും അതുപോലെ നമ്മുടെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിനും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഫെർട്ടിലിറ്റിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്നുണ്ട്. നമ്മളിലെ ഭക്ഷണം, നമ്മുടെ വായിലെത്തുന്ന ആ ഒരു ഭക്ഷണം നമ്മുടെ വായിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അന്നനാളം, ചെറുകുടൽ, വൻകുടൽ എന്നിവയിൽ നിന്ന് തുടങ്ങി മലദ്വാരത്തിലാണ് അവസാനിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കുടലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭക്ഷണം ദഹിപ്പിച്ച് പോഷകങ്ങൾ അത് വേർതിരിച്ചിട്ട് വേസ്റ്റ് പുറന്തള്ളുക എന്നുള്ളതാണ്. ഇതിനെ സഹായിക്കുന്നത് കുടലിലടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളും. കുടലിലുള്ള ബാക്ടീരിയയാണ് ഈസ്ട്രോജൻ വർക്കിംഗ് കൂടുതലായിട്ട് ഒരു ആക്റ്റീവ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടലിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലും അതുപോലെ കുടലിൻ്റെ ആരോഗ്യത്തിൻ്റെയും പ്രവർത്തനം അവിടെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് എഫക്റ്റ് നമ്മുടെ ശരീരത്തിലോട്ട് കൊണ്ടുവന്ന് തരും. ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ എക്സസ് ആകും. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ ലോ ആകും. ഇനി ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ഈ ഒരു ഗട്ടിൻ്റെ ആരോഗ്യക്കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എൻഡോമെട്രിയോസിസ്, ബ്രസ്റ്റ് ക്യാൻസർ, ഇറഗുലർ പീരിയഡ്സ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇനി ലോ ഈസ്ട്രോജൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വജനൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും പെയിൻഫുൾ സെക്സ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ PCOS ഉണ്ടാകുന്നതിനും ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ടാകുന്നു. ഇനി ഹെൽത്തി ആയിട്ടുള്ളൊരു ഘട്ടമാണ് നമ്മളിൽ ഉള്ളതെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇമ്പ്രൂവ് ആകുന്നതിനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ ഓവറീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാർട്ടിൻ്റെ വർക്കിംഗ് ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കുടലിൻ്റെ പ്രവർത്തനം എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് എന്നാണ് ഈ ഗട്ട് അഥവാ കുടലിനെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നായിരിക്കും ഇനി അടുത്തതായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഈ കുടൽ നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുടലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്നറിയാനും എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുടലിൻ്റെ പ്രവർത്തനം ലോ ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാമെന്ന് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള രോഗാവസ്ഥയ്ക്കും നമ്മുടെ ശരീരം തന്നെ ആ ലക്ഷണങ്ങളിലൂടെ അത് കാണിച്ചു തരും. അങ്ങനെ കുടലിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ക്ഷമത കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ, അല്ലെങ്കിൽ ഗ്യാസ് കൂടുതലായിട്ട് തിങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, ദഹന വ്യവസ്ഥയെ ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിൽ ഒന്നുകിൽ നമ്മുടെ ആ ഒരു പ്രവർത്തനം, ദഹനത്തിൻ്റെ പ്രവർത്തനം
പ്രവർത്തനം സ്ലോ ആകുന്നു. ഇത് സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ നേരെ മറിച്ച് നമുക്ക് ഡയറിയ ഉണ്ടാകുന്നു. വയറിൽ എപ്പോഴും ഗ്യാസ് വന്ന് തിങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ ഒരുപാട് ടയേർഡായിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു മടി ഉണ്ടാകുന്നു. ഫുഡ് കഴിക്കാനായിട്ട് മടി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിച്ച ഫുഡ് അവിടെ ദഹിക്കാതെ കിടക്കുകയാണ്. നമുക്ക് ഗ്യാസ് വന്ന് തിങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടാകുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് മടി ഉണ്ടാകും. ഈ കോൺസ്റ്റിപ്പേഷനും ഡയറിയയും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് തിങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സെൻസേഷൻ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വയറിൽ ഇടയ്ക്കിടയ്ക്ക് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഒന്ന് ലാസ്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിലും കുറച്ച് നേരം ഒന്ന് വേദന വന്ന് പോകുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലോട്ട് അത് മാറുന്നതിനോ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിൽ ഒന്നുകിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നു. വെയിറ്റ് ഗെയിനോ അല്ലെങ്കിൽ വെയിറ്റ് ലോസോ നമുക്ക് ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എക്സസ് ആ ഒരു ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴേക്കും അത് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ആ ന്യൂട്രിയൻസിനെ കൃത്യമായിട്ട് വേർതിരിച്ചെടുത്ത് നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൊടുക്കാനും വേണ്ടാത്തത് മാലിന്യത്തെ പുറത്ത് കളയാനുമായിട്ടുള്ള കഴിവ് നമ്മുടെ ആ ഒരു ഗട്ടിന് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, ഇത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് കൂടുതലായിട്ട് കൂടും. ഫാറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഉണ്ടാകും. ഷുഗർ കൂടാനായിട്ടും ചാൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ അമിതമായിട്ട് വണ്ണം വയ്ക്കും. അതല്ലെങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് കൊണ്ട് നമ്മുടെ വണ്ണം നല്ലപോലെ കുറയും. പിന്നെ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ എസ്പെഷ്യലി കോൺസ്റ്റിപ്പേഷൻ നമുക്ക് വേറൊരു രീതിയിലോട്ട് വഴി മാറുന്നത് പൈൽസിലോട്ടാണ്. കോൺസ്റ്റിപ്പേഷനോ പൈൽസോ അല്ലെങ്കിൽ വയറിൽ എപ്പോഴും ഗ്യാസ് വന്ന് തിങ്ങുന്നതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു മടിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണുക. നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലൊരു വെരിഫിക്കേഷനോ ഒരു സ്കാനിങ്ങോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടലിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ടാണ് നടക്കുന്നത് എന്ന് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കുടലിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ടല്ല നടക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള പ്രൊസീജിയറും മെഡിസിൻസും ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ആരോഗ്യം കറക്റ്റായിട്ട് വീണ്ടെടുക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അയൺ എടുക്കുന്നുണ്ട്, കാൽസ്യം എടുക്കുന്നുണ്ട്, ഫോളിക് ആസിഡ് എടുക്കുന്നുണ്ട്, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, പഴങ്ങൾ കഴിക്കുന്നുണ്ട്, ഫെർട്ടിലിറ്റി എക്സസൈസുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഇത് വേർതിരിച്ചു കൊടുക്കാനായിട്ടുള്ള കഴിവ് അത് പ്രവർത്തിക്കേണ്ട അവയവത്തിനില്ല എങ്കിൽ അതുമൂലം നമ്മൾ അവിടെ പ്രഗ്നൻ്റ് ആകാതെയും വരും. അതുകൊണ്ട് തന്നെ ശരീരം കാണിച്ചു തരുന്ന ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.